ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സ്മാർട്ട് സ്റ്റഡി. അപ്പോൾ ഇന്ന് നമ്മൾ 9ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ രസതന്ത്രം അർദ്ധവാർഷിക മൂല്യനിർണ്ണയം 2024-2025 ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ കഴിഞ്ഞ ക്രിസ്മസ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇതിലെ എല്ലാ ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ രസതന്ത്രം അഥവാ കെമിസ്ട്രിയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ് ഇന്ന് ഈ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾക്ക് 40 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് 1.5 മണിക്കൂറാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ നിർദ്ദേശങ്ങൾ നോക്കാം. ആദ്യത്തെ 15 മിനിറ്റ് സമാശ്വാസ സമയമാണ്. ഈ സമയത്ത് ചോദ്യങ്ങൾ നന്നായി വായിച്ച് മനസ്സിലാക്കണം. നിർദ്ദേശങ്ങൾ അനുസരിച്ച് ഉത്തരം എഴുതുക. ചോദ്യങ്ങൾക്ക് സ്കോറും സമയവും പരിഗണിച്ച് ഉത്തരം എഴുതുക. അപ്പോൾ ഇത്രയും നിർദ്ദേശങ്ങളാണ് മേലെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാ കൂട്ടുകാരും അത് ശ്രദ്ധിച്ചിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ചോദ്യങ്ങൾ ഓരോന്നായി നോക്കാം. 1 മുതൽ 5 വരെ ചോദ്യങ്ങളിൽ ഏതെങ്കിലും 4 എണ്ണത്തിന് ഉത്തരം എഴുതുക. ഓരോ ചോദ്യത്തിനും ഓരോ സ്കോർ വീതമായിരുന്നു. അപ്പോൾ 5 ചോദ്യങ്ങൾ കൊടുത്തതിൽ നിന്ന് 4 എണ്ണത്തിന് ഉത്തരം എഴുതിയാൽ മതി. നമുക്ക് ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ്, ചുവടെ നൽകിയിരിക്കുന്നവയിൽ പോളാർ സംയുക്തം അല്ലാത്തത് ഏത്? പോളാർ സംയുക്തം അല്ലാത്തത് ഏതാ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് നോക്കാം. എ ആണ് HCl, B H2O, C CO2 ആൻഡ് D NH3. അപ്പോൾ ശരിയായ ഉത്തരം ഏതാണ്? C ഓപ്ഷനാണ് CO2. രണ്ടാമത്തെ ചോദ്യം, ചുവടെ നൽകിയ പ്രസ്താവനകളിൽ സംക്രമണ മൂലകങ്ങളെ സംബന്ധിച്ച് ശരിയായത് ഏത്? ഓപ്ഷൻസ് നോക്കാം. എ ആണ് ലോഹങ്ങൾ, അലോഹങ്ങൾ, ഉപലോഹങ്ങൾ എന്നിങ്ങനെ വ്യത്യസ്ത തരം മൂലകങ്ങൾ ഉൾപ്പെടുന്നു. ഓപ്ഷൻ ബി ഖരം, ദ്രാവകം, വാതകം എന്നിങ്ങനെ വ്യത്യസ്ത അവസ്ഥകളിലുള്ള മൂലകങ്ങൾ ഉൾപ്പെടുന്നു. ഓപ്ഷൻ സി 1-2 ഗ്രൂപ്പുകളിൽ ഉൾപ്പെടുന്നു. ഓപ്ഷൻ ഡി ആണ് അവ 3 മുതൽ 12 വരെ ഗ്രൂപ്പുകളിൽ ഉൾപ്പെടുന്നു. അപ്പോൾ അത് ഡി ബ്ലോക്കിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. അപ്പോൾ അതിലെ ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. അവ 3 മുതൽ 12 വരെ ഗ്രൂപ്പുകളിൽ ഉൾപ്പെടുന്നു. മൂന്നാമത്തെ ചോദ്യം, ഇലക്ട്രോണുകൾ നഷ്ടപ്പെടുന്ന പ്രവർത്തനമാണ് ഓക്സീകരണം. നാലാമത്തെ ചോദ്യം, 2 പ്രസ്താവനകൾ നൽകിയിരിക്കുന്നു. ഇവ വിശകലനം ചെയ്ത് ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായവ കണ്ടെത്തി എഴുതുക. അപ്പോൾ താഴത്ത് 2 പ്രസ്താവനകൾ നൽകിയിട്ടുണ്ട്. അവ വിശകലനം ചെയ്ത് ചുവടെ കൊടുത്തവയിൽ നിന്ന് ശരിയായവ കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പ്രസ്താവന എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ പ്രസ്താവനയാണ്, പൊടിച്ച മുട്ടത്തോട് നേർപ്പിച്ച HCl-മായി പ്രവർത്തിക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്ന പ്രവർത്തനത്തിൻ്റെ വേഗം വർദ്ധിക്കുന്നു. രണ്ടാമത്തെ പ്രസ്താവനയാണ്, പൊടിക്കുമ്പോൾ മുട്ടത്തോടിൻ്റെ പ്രതല പരപ്പളവ് കൂടുന്നു. അപ്പോൾ ഇത് രണ്ടുമാണ് തന്നിട്ടുള്ള പ്രസ്താവന. അവിടെ താഴെ 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോ ഓപ്ഷൻസും നോക്കാം. ഓപ്ഷൻ എ, പ്രസ്താവനകൾ 1ഉം 2ഉം ശരിയാണ്. പ്രസ്താവന 2 പ്രസ്താവന 1ൻ്റെ ശരിയായ വിശദീകരണമാണ്. രണ്ടാമത്തെ ബി ഓപ്ഷൻ, പ്രസ്താവനകൾ 1ഉം 2ഉം ശരിയാണ്. പ്രസ്താവന 2 പ്രസ്താവന 1ൻ്റെ ശരിയായ വിശദീകരണമല്ല. ഓപ്ഷൻ സി ആണ്, പ്രസ്താവന 1 ശരിയാണ്, പ്രസ്താവന 2 ശരിയല്ല. ഓപ്ഷൻ ഡി, പ്രസ്താവന 2 ശരിയാണ്, പ്രസ്താവന 1 ശരിയല്ല. അപ്പോൾ ഇതിലെ ഉത്തരമാണ് പ്രസ്താവനകൾ 1ഉം 2ഉം ശരിയാണ്. പ്രസ്താവന 2 പ്രസ്താവന 1ൻ്റെ ശരിയായ വിശദീകരണമാണ്. അതായത് ഓപ്ഷൻ എ ആണ് ഇതിൻ്റെ ഉത്തരം വരുന്നത്. അടുത്തത് ഈ സെക്ഷനിലെ അവസാനത്തെ ചോദ്യമാണ്. 5ാമത്തെ ചോദ്യം, 100 ഗ്രാം ലായനിയിൽ 20 ഗ്രാം ലീനം അടങ്ങിയിരിക്കുന്നുവെങ്കിൽ ലീനത്തിൻ്റെ മാസ് പെർസെൻറ്റേജ് എത്രയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഡാഷിൻ്റെ അവിടെ 20% ആണ്. അതായത് 100 ഗ്രാം ലായനിയിൽ 20 ഗ്രാം ലീനം അടങ്ങിയിരിക്കുന്നുവെങ്കിൽ ലീനത്തിൻ്റെ മാസ് പെർസെൻറ്റേജ് ആണ് 20%. അടുത്ത സെക്ഷൻ നോക്കാം. 6 മുതൽ 10 വരെ ചോദ്യങ്ങളിൽ ഏതെങ്കിലും 4 എണ്ണത്തിന് ഉത്തരം എഴുതുക. 2 സ്കോർ വീതമാണ് 6 മുതൽ 10 വരെയുള്ള ചോദ്യങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. അതിൽ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് 4 എണ്ണത്തിന് ഉത്തരം എഴുതാനായിരുന്നു. നമുക്ക് 6ാമത്തെ ചോദ്യം നോക്കാം. ഏതാനും മൂലകങ്ങളുടെ ഇലക്ട്രോനെഗറ്റിവിറ്റി വിലകൾ നൽകിയിരിക്കുന്നു. അപ്പോൾ അവിടെ താഴെ ഏതാനും മൂലകങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ എല്ലാം ഇലക്ട്രോനെഗറ്റിവിറ്റി വിലകളും നൽകിയിട്ടുണ്ട്. അപ്പോൾ Na കൊടുത്തിട്ടുണ്ട്. എത്രയാണ് കൊടുത്തിട്ടുള്ളത്? 0.93. Cl കൊടുത്തിട്ടുണ്ട് 3.16 ആൻഡ് C കൊടുത്തിട്ടുണ്ട്, അതായത് കാർബൺ 2.55. O കൊടുത്തിട്ടുണ്ട് 3.44. നൽകിയിരിക്കുന്ന ഇലക്ട്രോനെഗറ്റിവിറ്റി വിലകൾ വിശകലനം ചെയ്ത് ചുവടെ നൽകിയിരിക്കുന്ന സംയുക്തങ്ങളിലെ രാസബന്ധനം ഏതെന്ന് കണ്ടെത്തുക. അപ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് നൽകിയിരിക്കുന്ന ഇലക്ട്രോനെഗറ്റിവിറ്റി വിലകൾ വിശകലനം ചെയ്തുകൊണ്ട് ചുവടെ നമുക്ക് 2 സംയുക്തങ്ങൾ നൽകിയിട്ടുണ്ട്. അതിലെ രാസബന്ധനം ഏതെന്ന് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം നമുക്ക് നോക്കാം. എ കൊടുത്തിട്ടുള്ളത് NaCl-ഉം B കൊടുത്തിട്ടുള്ളത് CO2 ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ NaCl-ൽ നടക്കുന്ന രാസബന്ധനമാണ് അയോണിക ബന്ധനം. B CO2-ൽ നടക്കുന്നതാണ് സഹസംയോജന ബന്ധനം. ഉത്തരങ്ങൾ താഴെ കൊടുക്കുന്നുണ്ട്. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. 7ാമത്തെ ചോദ്യമാണ്,
സമീകരിക്കാത്ത രാസസമവാക്യങ്ങൾ കണ്ടെത്തി സമീകരിക്കുക. അപ്പോൾ അതിൽ താഴെ നമുക്ക് സമീകരിക്കാത്ത രാസസമവാക്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത് കണ്ടെത്തിയിട്ട് സമീകരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. എ ആണ് S+O2 gives SO2. B ആണ് N2 plus H2 gives NH3. C 2Mg plus O2 gives 2MgO. ഓപ്ഷൻ ഡി Na plus Cl2 gives NaCl. അപ്പോൾ ഇതിൽ സമീകരിക്കാത്ത രാസസമവാക്യങ്ങൾ കണ്ടെത്തി അത് സമീകരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. ആ രാസസമവാക്യങ്ങളിൽ സമീകരിക്കാത്തവ 2 എണ്ണമാണ്. ഓപ്ഷൻ ബിയും ഡിയും. അത് സമീകരിച്ച് എഴുതുമ്പോൾ N2 plus 3H2 gives 2NH3 എന്നും 2Na plus Cl2 gives 2NaCl എന്നുമാണ് വരിക. അടുത്തത് 8ാമത്തെ ക്വസ്റ്റ്യൻ. അതിൽ 2 ക്വസ്റ്റ്യൻ ആണുള്ളത്. എ ക്വസ്റ്റ്യൻ ഉൽപ്രേരകം എന്നാൽ എന്ത് എന്നും ബി ക്വസ്റ്റ്യൻ ഹൈഡ്രജൻ പെറോക്സൈഡിന്റെ വിഘടന വേഗത വർദ്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഉൽപ്രേരകം ഏത് എന്നുമാണ് ചോദ്യം. അപ്പം നമുക്ക് ഉത്തരം നോക്കാം. 8ലെ എ ക്വസ്റ്റ്യൻ്റെ ഉത്തരമാണ് രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാതെ അതിൻ്റെ വേഗതയെ സഹായിക്കുന്ന വസ്തുക്കളാണ് ഉൽപ്രേരകങ്ങൾ. അതിലെ ബി ക്വസ്റ്റ്യൻ്റെ ഉത്തരമാണ് MnO2. 9ാമത്തെ ചോദ്യം. എ ബി എന്നീ മൂലകങ്ങളുടെ ഇലക്ട്രോൺ വിന്യാസം നൽകിയിരിക്കുന്നു. എ ബി എന്ന് പറഞ്ഞിട്ട് 2 മൂലകങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇലക്ട്രോൺ വിന്യാസവും അവിടെ നൽകിയിട്ടുണ്ട്. എ എന്ന് പറയുന്നതിൻ്റെ 281 ആണ്. ബി എന്ന് പറയുന്നതിൻ്റെ 285 ആണ്. ഇലക്ട്രോൺ വിന്യാസം എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ് കേട്ടോ. ഇവയിൽ ആറ്റത്തിൻ്റെ വലിപ്പം കൂടുതലുള്ള മൂലകം ഏത്, എന്തുകൊണ്ട്? 9ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് 281 അഥവാ എ ആണ് ആറ്റത്തിൻ്റെ വലിപ്പം കൂടുതലുള്ള മൂലകം. കാരണം ബാഹ്യതമ ഷെല്ലിൽ ഇലക്ട്രോൺ കുറഞ്ഞാൽ ആകർഷണ ബലം കുറയുന്നു, ആറ്റത്തിൻ്റെ വലിപ്പം കൂടുന്നു. അതുകൊണ്ടാണ് എ എന്ന് പറയുന്ന ആറ്റത്തിൻ്റെ വലിപ്പം കൂടുതലുള്ളത്. 10ാമത്തെ ചോദ്യം. ചുവടെ നൽകിയിരിക്കുന്ന ലവണങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ ആവശ്യമായ ആസിഡ്, ആൽക്കലി ഇവ ഏതെന്ന് എഴുതുക. താഴെ 2 ലവണങ്ങളാണ് നൽകിയിരിക്കുന്നത്. അവ ഉൽപ്പാദിക്കാൻ ആവശ്യമായ ആസിഡും ആൽക്കലിയും ഏതാണ് എന്ന് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. 10ാമത്തെ ക്വസ്റ്റ്യനിൽ എയിൽ മഗ്നീഷ്യം സൾഫേറ്റിൽ മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡും സൾഫ്യൂരിക് ആസിഡുമാണ് അതിൽ ഉപയോഗിച്ചിട്ടുള്ള ആസിഡും ആൽക്കലിയും. 2ാമത്തേതിൽ കാൽഷ്യം ക്ലോറൈഡിൽ കാൽഷ്യം ഹൈഡ്രോക്സൈഡും ഹൈഡ്രോക്ലോറിക് ആസിഡുമാണ് ഉപയോഗിച്ചിട്ടുള്ള ആസിഡും ആൽക്കലിയും. അടുത്ത സെക്ഷൻ നോക്കാം. 11 മുതൽ 15 ചോദ്യങ്ങളിൽ ഏതെങ്കിലും 4 എണ്ണത്തിന് ഉത്തരം എഴുതുക. 3 സ്കോർ വീതം. അടുത്തത് 3 സ്കോർ വീതമുള്ള ചോദ്യങ്ങളാണ്. ഇതിൽ 11 മുതൽ 15 വരെയുള്ളതിൽ ഏതെങ്കിലും 4 എണ്ണത്തിന് ഉത്തരം എഴുതിയാൽ മതി. അപ്പോൾ നമുക്ക് 11ാമത്തെ ചോദ്യം നോക്കാം. അതിൽ എ ചോദ്യമാണ് മഗ്നീഷ്യം ഓക്സൈഡിൻ്റെ രൂപീകരണം ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം ഉപയോഗിച്ച് ചിത്രീകരിക്കുക. അതിലെ ബി ക്വസ്റ്റ്യൻ ആണ് മഗ്നീഷ്യം ഓക്സൈഡിലെ കാറ്റയോൺ ഏത്. 11ാമത്തെ ചോദ്യത്തിൽ എ ക്വസ്റ്റ്യൻ്റെ ഉത്തരം താഴെ കൊടുത്തിട്ടുണ്ട്. അതുപോലെയാണ് ഡോട്ട് ഡയഗ്രാം വരയ്ക്കേണ്ടത്. അതിൽ ബി ക്വസ്റ്റ്യൻ്റെ ആൻസർ ആണ് Mg. 12ാമത്തെ ചോദ്യം നോക്കാം. ചുവടെ നൽകിയിരിക്കുന്ന രാസസമവാക്യം വിശകലനം ചെയ്യുക. Zn plus 2HCl gives ZnCl2 plus H2. അതിലെ എ ക്വസ്റ്റ്യൻ ആണ് രാസപ്രവർത്തനത്തിന് മുമ്പും ശേഷവുമുള്ള ആറ്റങ്ങളുടെ ഓക്സിഡേഷൻ നമ്പർ എഴുതുക. അതിലെ ബി ക്വസ്റ്റ്യൻ ആണ് ഇതൊരു റെഡോക്സ് പ്രവർത്തനമാണോ, നിങ്ങളുടെ ഉത്തരം സാധൂകരിക്കുക. 12ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം അതിൽ എ ക്വസ്റ്റ്യൻ്റെ രാസപ്രവർത്തനത്തിൻ്റെ മുൻപുള്ള ഓക്സിഡേഷൻ നമ്പറാണ് Zn⁻⁴, Hന് +1ഉം Clന് -1ഉം. ശേഷമുള്ളതാണ് Zn+2, Cl -1 ആൻഡ് H2 0. അതിലെ 2ാമത്തെ ക്വസ്റ്റ്യൻ റിഡോക്സ് പ്രവർത്തനമാണോ എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അതെ, കാരണം ഓക്സീകരണവും നിരോക്സീകരണവും നടക്കുന്നു. ഓക്സീകരണവും നിരോക്സീകരണവും നടന്നാൽ അതൊരു റിഡോക്സ് പ്രവർത്തനമായി മാറുമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. അതിലെ 13ാമത്തെ ചോദ്യം. ബീക്കറുകൾ അമോണിയം ക്ലോറൈഡ്, ജലം, സ്പൂൺ എന്നിവ നൽകിയിരിക്കുന്നു. ചുവടെ നൽകിയിരിക്കുന്നവ ഓരോന്നും തയ്യാറാക്കാനുള്ള പ്രവർത്തന ക്രമം എഴുതുക. നമുക്ക് അവിടെ ബീക്കറുകളും അമോണിയം ക്ലോറൈഡും ജലവും സ്പൂണും നൽകിയിട്ടുണ്ട്. ചുവടെ നൽകിയിരിക്കുന്നവ ഓരോന്നും തയ്യാറാക്കാനുള്ള പ്രവർത്തന ക്രമം എഴുതാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. അതിൻ്റെ ഉത്തരം അതിന് താഴെ തന്നെ കൊടുത്തിട്ടുണ്ട്. അതിലെ എ ഓപ്ഷനാണ് അമോണിയം ക്ലോറൈഡിൻ്റെ അപൂരിത ലായനി ഉണ്ടാക്കാനുള്ള പ്രവർത്തന ക്രമമാണ് നമ്മളോട് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. അമോണിയം ക്ലോറൈഡിലേക്ക് ജലം ചേർത്താൽ അപൂരിത ലായനി ലഭിക്കുന്നു. അങ്ങനെയാണ് അമോണിയം ക്ലോറൈഡിൻ്റെ അപൂരിത ലായനി ഉണ്ടാക്കുന്നത്. അതിലെ ബി ഓപ്ഷനാണ് അമോണിയം ക്ലോറൈഡിൻ്റെ പൂരിത ലായനി ഉണ്ടാക്കാനാണ്. ജലത്തിലേക്കു അമോണിയം ക്ലോറൈഡ് ലായനി ചേർത്തു ഇനി ലീനം ലയിക്കില്ല എന്ന അവസ്ഥയിലെത്തിയാൽ അതിനെ പൂരിത ലായനി എന്ന് വിളിക്കുന്നു. അടുത്തതാണ് സി ഓപ്ഷൻ, അമോണിയം ക്ലോറൈഡിൻ്റെ അതിപൂരിത ലായനി ഉണ്ടാക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അതുണ്ടാക്കുന്ന വിധമാണ്
പൂരിത ലായനി ചൂടാക്കിയാൽ ലേയത്വം വർദ്ധിക്കുന്നു. ഇതിനെ അതിപൂരിത ലായനി എന്ന് വിളിക്കുന്നു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ അപൂരിത ലായനിയും പൂരിത ലായനിയും അതിപൂരിത ലായനിയും ഉണ്ടാക്കുന്നത്. 14ാമത്തെ ചോദ്യം, ഹൈഡ്രജൻ, ഓക്സിജൻ എന്നിവ സംയോജിച്ച് ജലം ഉണ്ടാക്കുന്നതിൻ്റെ രാസസമവാക്യം അത് സംബന്ധിച്ച പട്ടികയും ശ്രദ്ധിക്കുക. അപ്പോൾ അവിടെ രാസസമവാക്യം കൊടുത്തിട്ടുണ്ട്, കൂടാതെ പട്ടികയും കൊടുത്തിട്ടുണ്ട്. അത് രണ്ടും നമ്മളോട് ശ്രദ്ധിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. 2H2 + O2 gives 2H2O. പട്ടികയിൽ സന്ദർഭം നൽകിയിട്ടുണ്ട്. എടുത്ത ഹൈഡ്രജൻ്റെ മാസ് അഥവാ ഗ്രാമിലാണ് കൊടുത്തിട്ടുള്ളത്. എടുത്ത ഓക്സിജൻ്റെ മാസ് ഗ്രാമിൽ കൊടുത്തിട്ടുണ്ട്. ലഭിച്ച ജലത്തിൻ്റെ മാസും ഗ്രാമിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് സന്ദർഭം തന്നിട്ടുള്ളത് ഒന്നാമത്തേതിൽ എടുത്ത ഹൈഡ്രജൻ്റെ മാസ് 2 ആണ്, എടുത്ത ഓക്സിജൻ്റെ മാസ് 16 ആണ്, ലഭിച്ച ജലത്തിൻ്റെ മാസ് 18 ആണ്. അതേപോലെ രണ്ടാമത്തെ സന്ദർഭത്തിൽ എടുത്ത ഹൈഡ്രജൻ്റെ മാസ് 4, എടുത്ത ഓക്സിജൻ്റെ മാസ് 32, ലഭിച്ച ജലത്തിൻ്റെ മാസ് 36 ആണ് കൊടുത്തിട്ടുള്ളത്. അതിലെ എ ചോദ്യമാണ്, അഭികാരകങ്ങളുടെ ആകെ മാസും ഉൽപ്പന്നങ്ങളുടെ ആകെ മാസും തമ്മിലുള്ള ബന്ധമെന്ത്? അതിലെ ബി ചോദ്യമാണ്, ഈ പട്ടികയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന നിയമം ഏത് അഥവാ പ്രസ്താവിക്കുക. 14ാമത്തെ ചോദ്യത്തിൽ എയുടെ ഉത്തരമാണ് തുല്യമാണ്. ബിയുടെ ഉത്തരം മാസ് സംരക്ഷണ നിയമം അഥവാ രാസപ്രവർത്തനത്തിൽ അഭികാരങ്ങളുടെ ആകെ മാസും ഉൽപ്പന്നങ്ങളുടെ ആകെ മാസും തുല്യമായിരിക്കും. 15ാമത്തെ ചോദ്യമാണ്, ഒരു ടെസ്റ്റ് ട്യൂബിൽ എടുത്ത ഹൈഡ്രോക്ലോറിക് ആസിഡിലേക്ക് മഗ്നീഷ്യം ചേർക്കുന്നു. അതിലെ എ ചോദ്യം, ഉണ്ടാകുന്ന വാതകം ഏത്? ബി ചോദ്യം, ഇത് ഏതു തരം രാസപ്രവർത്തനമാണ് അഥവാ സംയോജന രാസപ്രവർത്തനമാണോ ആദേശ രാസപ്രവർത്തനമാണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതിലെ സി ക്വസ്റ്റ്യൻ, ഈ രാസപ്രവർത്തനത്തിന്റെ വേഗത വർദ്ധിപ്പിക്കുന്നതിന് ഏതെങ്കിലും ഒരു മാർഗം എഴുതുക. 15ാമത്തേതിൽ എ ക്വസ്റ്റ്യൻ്റെ ഉത്തരമാണ് ഹൈഡ്രജൻ, ബി ക്വസ്റ്റ്യൻ്റെ ഉത്തരമാണ് ആദേശ രാസപ്രവർത്തനം, അതിൽ സി ക്വസ്റ്റ്യൻ്റെ ഉത്തരമാണ് ഊഷ്മാവ് വർദ്ധിപ്പിക്കുക. അടുത്ത സെക്ഷനാണ് 16 മുതൽ 20 വരെ ചോദ്യങ്ങളിൽ ഏതെങ്കിലും 4 എണ്ണത്തിന് ഉത്തരം എഴുതുക. 4 സ്കോർ വീതമുള്ള ചോദ്യങ്ങളാണ് 16 മുതൽ 20 വരെയുള്ള ചോദ്യങ്ങൾ. അതിലേതെങ്കിലും 4 എണ്ണത്തിന് ഉത്തരം എഴുതിയാൽ മതി. 16ാമത്തെ ചോദ്യം, മഗ്നീഷ്യം ക്ലോറിനുമായി പ്രവർത്തിച്ച് മഗ്നീഷ്യം ക്ലോറൈഡ് ഉണ്ടാകുന്നു. അതിലെ എ ക്വസ്റ്റ്യൻ, ഈ പ്രവർത്തനത്തിന്റെ സമീകരിച്ച രാസസമവാക്യം എഴുതുക. ബി ചോദ്യമാണ്, ഈ പ്രവർത്തനത്തിൽ മഗ്നീഷ്യത്തിന്റെ ഓക്സിഡേഷൻ നമ്പറിലുള്ള മാറ്റം എഴുതുക. സി ക്വസ്റ്റ്യൻ, ഓക്സീകരണം പ്രവർത്തനത്തിന്റെയും നിരോക്സീകരണം പ്രവർത്തനത്തിന്റെയും സമവാക്യങ്ങൾ എഴുതുക. ഇങ്ങനെ 3 സബ് ക്വസ്റ്റ്യൻ ആണ് ആ 16ാമത്തെ ചോദ്യത്തിനുള്ളത്. അപ്പോൾ നമുക്ക് ഓരോന്നിൻ്റെയും ഉത്തരം നോക്കാം. 16ൽ എ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് 2mg + Cl2 gives 2mgCl. അതേപോലെ അതിൽ ബി ക്വസ്റ്റ്യൻ്റെ ഉത്തരമാണ് 0 + 2 ആയി മാറുന്നു. അതിലെ ഓക്സീകരണമാണ് mg + 2 ഇലക്ട്രോൺ ലോസ് gives mg2+. നിരോക്സീകരണമാണ് Cl + 1 ഇലക്ട്രോൺ ലോസ് gives Cl-. 17ാമത്തെ ചോദ്യം, ഒരു മൂലകത്തിന്റെ ആറ്റോമിക നമ്പർ 6 ആണ്. അതിലെ എ ചോദ്യമാണ്, ഈ മൂലകത്തിന്റെ എത്ര ഷെല്ലുകളിൽ ഇലക്ട്രോണുകൾ ഉണ്ട്? ബി ചോദ്യമാണ്, ഊർജം കൂടിയ ഇലക്ട്രോൺ ഏത് ഷെല്ലിൽ ആണുള്ളത്? സി ചോദ്യം, ഈ മൂലകത്തിന്റെ ഒരു ഐസോടോപ്പ് ഫോസിലുകളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്നു. ഈ ഐസോടോപ്പിന്റെ പേരെഴുതുക. അതിലെ ഡി ക്വസ്റ്റ്യൻ, ഐസോടോപ്പുകളും ഐസോബാറുകളും തമ്മിലുള്ള ഒരു വ്യത്യാസം എഴുതുക. 17ാമത്തെ ചോദ്യത്തിലെ എ ക്വസ്റ്റ്യന്റെ ഉത്തരമാണ് 2, ബി ക്വസ്റ്റ്യന്റെ ഉത്തരമാണ് L, സി ക്വസ്റ്റ്യന്റെ ഉത്തരമാണ് ഐസോടോപ്പിന്റെ പേരാണ് കാർബൺ 14. അതിലെ ഡി ക്വസ്റ്റ്യൻ, ഐസോടോപ്പുകളും ഐസോബാറുകളും തമ്മിലുള്ള വ്യത്യാസം എഴുതാനാണ്. ഒരേ ആറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ഒരേ മൂലകത്തിന്റെ വ്യത്യസ്ത ആറ്റങ്ങളാണ് ഐസോടോപ്പുകൾ. ഒരേ മാസ് നമ്പറും വ്യത്യസ്ത ആറ്റോമിക നമ്പറുമുള്ള ആറ്റങ്ങളാണ് ഐസോബാറുകൾ. ഇതാണ് 17ാമത്തെ ചോദ്യം. നമുക്ക് 18ാമത്തെ ചോദ്യം നോക്കാം. 19ാമത്തെ ചോദ്യം, താപനില വർദ്ധിക്കുന്നതിനനുസരിച്ച് ത്രെഷോൾഡ് എനർജി കൈവരിച്ച അഭികാരിക തന്മാത്രകളുടെ എണ്ണത്തിലുണ്ടാകുന്ന മാറ്റം ഗ്രാഫിൽ ചിത്രീകരിച്ചിരിക്കുന്നു. അവിടെ ഒരു ഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. താപനിലയും ത്രെഷോൾഡ് എനർജി കൈവരിച്ച ആഭികാരിക തന്മാത്രകളുടെ എണ്ണവുമാണ് കൊടുത്തിട്ടുള്ളത്. അതിലെ എ ക്വസ്റ്റ്യൻ, ത്രെഷോൾഡ് എനർജി എന്നാൽ എന്ത്? അതിലെ ബി ക്വസ്റ്റ്യൻ, താപനില രാസപ്രവർത്തന വേഗത്തെ സ്വാധീനിക്കുന്നു എന്ന് കാണിക്കാൻ ഒരു പരീക്ഷണം എഴുതുക. സാമഗ്രികൾ അവിടെ കൊടുത്തിട്ടുണ്ട്. അമോണിയം ക്ലോറൈഡ്, സോഡിയം ഹൈഡ്രോക്സൈഡ്, ടെസ്റ്റ് ട്യൂബ്, ബർണർ. സി ക്വസ്റ്റ്യൻ ആണ്, അഭികാരകങ്ങൾ ചൂടാക്കുമ്പോൾ രാസപ്രവർത്തന വേഗം കൂടാൻ കാരണമെന്ത്? തന്മാത്രകളുടെ ത്രെഷോൾഡ് എനർജിയുമായി ബന്ധപ്പെടുത്തി വിശദീകരിക്കുക. അങ്ങനെ 3 ക്വസ്റ്റ്യൻ ആണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഉത്തരം നോക്കാം.
18ാമത്തേതിൽ എ ക്വസ്റ്റ്യൻ്റെ ഉത്തരമാണ് രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ തന്മാത്രകൾക്ക് ഉണ്ടായിരിക്കേണ്ട ഏറ്റവും കുറഞ്ഞ ഗതികോർജത്തെ ത്രെഷോൾഡ് എനർജി എന്ന് പറയുന്നു. അടുത്തത് അതിലെ ബി ക്വസ്റ്റ്യൻ്റെ ഉത്തരമാണ് തന്നിരിക്കുന്ന വസ്തുക്കൾ 2 ടെസ്റ്റ് ട്യൂബുകളിലാക്കി ഒന്നിനെ ചൂടാക്കുക. ചൂടാക്കിയ ടെസ്റ്റ് ട്യൂബിൽ അമോണിയ വേഗത്തിൽ ഉണ്ടാകുന്നു. അതിലെ സി ക്വസ്റ്റ്യനാണ് തന്മാത്രകൾ തമ്മിലുള്ള കൂട്ടിമുട്ടലുകൾ കൂടുന്നു. 19ാമത്തെ ചോദ്യം AlCOCl എന്നിവയുടെ ആറ്റോമിക നമ്പറുകൾ നൽകിയിരിക്കുന്നു. Alൻ്റെ 13ഉം സിയുടെ 6O8 Cl 17 അങ്ങനെയാണ് ആറ്റോമിക നമ്പറുകൾ നൽകിയിരിക്കുന്നത്. അതിലെ എ ക്വസ്റ്റ്യൻ ആണ് ഈ മൂലകങ്ങളുടെ സംയോജതകൾ കണ്ടെത്തുക. ബി ക്വസ്റ്റ്യൻ ഈ സംയോജതകൾ ഉപയോഗിച്ച് ചുവടെ നൽകിയിരിക്കുന്ന സംയുക്തങ്ങളുടെ രാസസൂത്രങ്ങൾ എഴുതുക. ഒന്നാമത്തേതാണ് അലുമിനിയം ഓക്സൈഡും രണ്ടാമത്തേതാണ് കാർബൺ ടെട്രാക്ലോറൈഡും. 19ാമത്തേൻ്റെ ഉത്തരം എ ക്വസ്റ്റ്യൻ്റെ ഉത്തരമാണ് Al3 C4 O2 Cl1. അതിലെ ബി ക്വസ്റ്റ്യൻ്റെ ഉത്തരമാണ് 1ൽ അതായത് അലുമിനിയം ഓക്സൈഡിൽ Al2O3യും അതേപോലെ 2ൽ കാർബൺ ടെട്രാക്ലോറൈഡിൽ CCl4ഉമാണ് അതിൻ്റെ രാസസൂത്രങ്ങൾ വരുന്നത്. അടുത്തത് ക്വസ്റ്റ്യൻ പേപ്പറിലെ അവസാനത്തെ ചോദ്യമാണ്, അതായത് 20ാമത്തെ ചോദ്യം. ചില രാസസമവാക്യങ്ങൾ നൽകിയിരിക്കുന്നു. അതിലെ ഒന്നാമത്തേത് CaCO3 gives CaO plus CO2. രണ്ടാമത്തേതാണ് H2 plus Cl2 gives 2HCl. മൂന്നാമത്തേതാണ് SO2 plus H2O gives H2SO3. നാലാമത്തേത് H2SO4 plus BaCl2 gives BaSO4 plus 2HCl. അതിലെ എ ക്വസ്റ്റ്യൻ ആണ് സംയോജന പ്രവർത്തനങ്ങൾ എന്നാൽ എന്ത്? തന്നിരിക്കുന്നവയിൽ നിന്നും സംയോജന പ്രവർത്തനങ്ങൾക്ക് ഒരു ഉദാഹരണം തിരഞ്ഞെടുക്കുക. അതിലെ ബി ക്വസ്റ്റ്യൻ ആണ് നൽകിയിരിക്കുന്നവയിൽ നിന്ന് വിഘടന പ്രവർത്തനത്തിന് ഉദാഹരണമായ ഒരു സമവാക്യം കണ്ടെത്തുക. അതിലെ സി ക്വസ്റ്റ്യൻ ആണ് സമവാക്യം അഥവാ നാലാമത്തേത് ദ്വിവിഘടന പ്രവർത്തനത്തെ സൂചിപ്പിക്കുന്നു, വിശദമാക്കുക. അപ്പം നമുക്ക് ഓരോന്നിൻ്റെയും ഉത്തരങ്ങൾ നോക്കാം. അതിലെ എ ക്വസ്റ്റ്യൻ്റെ ഉത്തരമാണ് 2 അതിലധികമോ ലഘുപദാർത്ഥങ്ങൾ അഥവാ മൂലകങ്ങളോ അല്ലെങ്കിൽ സംയുക്തങ്ങളോ തമ്മിൽ സംയോജിച്ച് ഒരു പുതിയ സംയുക്തം ഉണ്ടാകുന്ന രാസപ്രവർത്തനത്തെ സംയോജന രാസപ്രവർത്തനം അഥവാ കോമ്പിനേഷൻ റിയാക്ഷൻ എന്ന് പറയുന്നു. സംയോജന രാസപ്രവർത്തനത്തിന് ഒരു ഉദാഹരണമാണ് H2 plus Cl2 gives 2HCl. ബി ക്വസ്റ്റ്യൻ എന്തായിരുന്നു? തന്നിരിക്കുന്നവയിൽ നിന്ന് വിഘടന പ്രവർത്തനത്തിന് ഉദാഹരണമായ ഒരു സമവാക്യം കണ്ടെത്താനായിരുന്നല്ലേ. ഏതായിരുന്നു ഉദാഹരണം? ഫസ്റ്റത്തേതായിരുന്നല്ലേ, CaCO3 gives CaO plus CO2. അടുത്തത് അതിലെ സി ക്വസ്റ്റ്യൻ്റെ ഉത്തരമാണ് 2 സംയുക്തങ്ങൾ തമ്മിൽ പ്രവർത്തിക്കുമ്പോൾ അയോണുകളെ പരസ്പരം വച്ചുമാറി പുതിയ 2 സംയുക്തങ്ങൾ ഉണ്ടാകുന്ന തരം പ്രവർത്തനത്തെ ദ്വിവിഘടന രാസപ്രവർത്തനം അല്ലെങ്കിൽ ഡബിൾ ഡീകമ്പോസിഷൻ റിയാക്ഷൻ എന്ന് പറയുന്നു. അപ്പോൾ ഇത്രയൊക്കെ ചോദ്യങ്ങളായിരുന്നു നമുക്ക് ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ എല്ലാ ചോദ്യങ്ങളും അതിൻ്റെ എല്ലാ ഉത്തരങ്ങളും കൂട്ടുകാർക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.